വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കൊരു തോട്ടുപോയി ഒരു കുളിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ബക്കറ്റ് തുണിയുണ്ട് കേട്ടോ അലക്കാൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ തോട്ടിക്ക് പോവുകയാണ്. സമയായി റംലാത്താൻ്റെ കഴിഞ്ഞോട്ടാണ്. ആരോ തോട്ടിലുണ്ട് തോന്നുന്നു. മതി മതി ദേവാ. അപ്പൊ ഇതാണ് തോട്ടിക്ക് പോണ വഴി കേട്ടോ. ഇങ്ങനെ ഒരു ഇടവഴിയാണ്. ഇത് ഇത്ര വീതി കണ്ടിട്ടോ. പക്ഷെ പുല്ല് നിറഞ്ഞിപ്പോ ആകെ ഒരു ചെറിയൊരു വഴി മാതിരി ആയിട്ടുണ്ട്. വാടി എളുപ്പം വാ ദേവു വാ. അത് ആകെ പുല്ലാണില്ലേ ഇത് കൂടെ ഒക്കെ. തോടെത്തി നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇപ്പൊ വേനലായാലും കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം. ഇത്ര വെള്ളം എന്നും ഉണ്ടാവും കേട്ടോ. വറ്റൂല അവിടെ എന്നും ഉണ്ടാവും. ഇതാ ഈ വെള്ളം കുളിക്കാൻ ഈ പരിസരത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കുളിക്കാൻ. ഞാൻ ഈ ഇടയ്ക്ക് ഇടുന്നതാണ് തോട്ടിൽ വരുന്നതൊക്കെ. അപ്പം എല്ലാവർക്കും ചിലർ കണ്ടിട്ടുണ്ടാവും. എന്നാലും പറയുക ഈ തോട് ഒരു വൈബാണ്. താളി ഉണ്ടാക്കുന്നത് ഇത് താളി ഉണ്ടാക്കുക. തലത്തേക്ക് ആ കല്ലുമ്മ പോയി ഇറക്കിയാൽ മതി അല്ലേ. വീട്ടിലേക്ക് ഞാനും ഓളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ തോട്ടിക്ക് വരും കേട്ടോ. അവിടെ നിന്നൊന്നും ഇതേമാതിരി പുഴ ഉണ്ട്. ഞങ്ങളവിടെ പുഴ ഉണ്ട്. എപ്പോഴേലൊക്കെ കുളിക്കാൻ പോവുള്ളൂ. നല്ല എന്നൊന്നും പോവില്ല. ഇതാകുമ്പോൾ നമ്മളെ പഴയ കാലം ഓർമ്മയ്ക്ക് ഇങ്ങനെ വരും. ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഇവിടെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കോളാം കേട്ടോ. ചെറുതായിപ്പോഴൊന്നല്ല കല്യാണം കഴിക്കോളൊക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. വന്നാൽ ഞങ്ങൾ വരും കേട്ടോ. നേരെ ഉണ്ടാക്കി വരും. ഒരു ദിവസം വന്നാണെങ്കിലും ഇവിടെ കുളിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇത് കളറ് ഇളകും. അപ്പം ഇത് ഇളകി ചെളിയൊക്കെ ഒന്ന് ഇളകുമ്പോഴത്തേന് ഞമ്മക്കൊന്ന് മീനൊക്കെ പിടിക്കാം. മീൻ നല്ല കാൽമ ഇങ്ങനെ ഇതാക്കണം. കൊത്തുന്നുണ്ട്. കുറേ മീനുകളുണ്ടെന്ന്. നമുക്ക് നല്ല വെള്ളം മീൻ കിട്ടിയമ്മ? ഒരു കുഞ്ഞത് നമുക്ക് ഈ പാത്രത്തിലിടാം. ചെറുതാണടി. വലുത് കിട്ടണം. അപ്പളാ രസം. വെള്ളം കയറി നമുക്ക് നല്ല വെള്ളം ഇവിടെ ഉണ്ട്. സോപ്പാണ് ഇതില്. നോക്കൂ സോപ്പിട്ട മീനുകൾ ചാവുകയും. രണ്ടെണ്ണം ഉണ്ട്. ഐറ്റങ്ങൾക്ക് മനസ്സിലാക്കിയത് ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ളത്. എന്താ ഇപ്പൊ ചെയ്യാ? ഇത്രകാലം വലിപ്പാലേ എന്തോ രസം. എന്ത് മീന്? ഒരു പാരല് മീനടി. നല്ല ഭംഗിയുണ്ട് കാണാന്. ഒരു വെള്ള കളറ് പുള്ളിപ്പരലയാള്. മതി തിരിച്ച് കുളിച്ച് നമുക്ക്. ഇപ്പൊ കണ്ടോ ഇവിടെയൊക്കെ അതാ വീട് വെച്ചു കേട്ടോ. ആദ്യമൊക്കെ അതേമാതിരത്തെ തോട്ടങ്ങളേന്ന് കേട്ടോ. ഞങ്ങൾ അമ്മയും ഇവിടെ അടുത്തുള്ള ചേച്ചിമാരും എല്ലാവരും കൂടി വറകിനൊക്കെ പോകും ഇങ്ങോട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ വറകിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആട്ടി വിടും. എന്താ വെച്ചാൽ എല്ലാവരും 5 സെൻറ്റ് 10 സെൻറ്റ് ഇങ്ങനെ വാങ്ങിയാണ്ട് വീട് വെച്ചു. ഇപ്പോൾ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൽക്കൂടെയൊക്കെ റോഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇപ്പം ഇത്ര കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ തൊടിയായിട്ട് കിടക്കുന്നത്. ബാക്കിയൊക്കെ പറമ്പായി. വീടുകൾ ഇങ്ങനെ വെച്ചു. 10 സെൻറ്റ് 5 സെൻറ്റ് വാങ്ങിയുണ്ട്.
ഈ തോടിൻ്റെ പക്കത്ത് കൂടെ കണ്ടോ, ഇങ്ങോട്ടൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വീടാണ്. ഈ ഭാഗത്ത് കൂടി ഒക്കെ വീടുകൾ വെച്ചു. ആദ്യം ഞങ്ങളെ കുട്ടിക്കാലത്ത് കൂട്ടുകാരികളും ഞങ്ങളൊക്കെ ഇതാക്കണം ഇവിടെ വന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. കാറ്റൊക്കെ ഇങ്ങനെ കളിക്കുകയായിരുന്നു, നല്ല രസമായിരുന്നു. ഇപ്പൊ ഒന്നും ഒക്കെ പറ്റിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിന് പണ്ടത്തെ മാതിരിയൊന്നുമല്ല, പണ്ടത്തെ ആൾക്കാരെ മാതിരിയൊന്നുമല്ല. കുട്ടികളൊന്നും ഇപ്പോൾ അങ്ങനത്തെ കളിയൊന്നും കളിക്കില്ല, അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല, വീട്ടിൽ തന്നെ. പണ്ടൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നാൽ അതിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അതിൽക്കൂടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കും. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഇങ്ങനെ ഒരു കുട്ടിക്കുന്ന് മാതിരിയാണ് കേട്ടോ, ഒരു മലമാരിയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഇതാണ് ഞങ്ങളെ തോടപ്പോൾ. ഇനിയപ്പോൾ തിരുമ്പലും കുളിയൊക്കെ നല്ലോണം ഇതാണ് അടി, നല്ല ഒരത്തിയിട്ട് അതിൻ്റെ ഇത് എടുക്കണം, അപ്പോഴാണ് ഇതാവുള്ളൂ. ആ തിരുമ്പണ സോപ്പ് പൊട്ടിക്കാം. ആ അയലുമ്മയ്ക്കൊണ്ട് വെച്ചാൽ അതാ തുടക്കിട്ടോ, അയല് തുടച്ചില്ലേ. ഇതൊക്കെ തിരുമ്പിയതാണ്, പിഴിഞ്ഞത് ഇടാട്ടോ. ബക്കറ്റ് കഴുകിയിട്ട് ഇനി താളി തേച്ചൊരു കുളി. എന്താ തണുപ്പ്, തലയ്ക്ക് നല്ല തണുപ്പ്. ചെമ്പരത്തിൻ്റെ ഇതിങ്ങനെ തട്ടുമ്പോൾ ആഹാ എന്താ തണുപ്പ്. ഇത് ഇനി ഒരു അരമണിക്കൂർ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നിന്നാണ്ടല്ലോ, നമ്മളൊരു ഷാമ്പൂ ഒരു കണ്ടീഷണർ ഒന്നിൻ്റെ ആവശ്യമില്ല. മുടി വളരാനും നന്നായിട്ട് താരം പോവാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ് ചെമ്പരത്തീൻ്റെ താളി. എടി കുളിച്ചോളി, എടി നേരെ നോക്കാം സമയം എത്രങ്ങാനും നേരമായി നമ്മൾ വന്നിട്ട്. എളുപ്പം കുളിച്ചോളി, നിങ്ങളിഞ്ഞ് അതിൽ നടക്കാൻ നിൽക്കണ്ട, എളുപ്പം കുളിച്ചോളി. നമ്മൾ ഈ കാലിൻ്റെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, കട്ടി ഉണ്ടാവില്ലേ, ചിലരൊക്കെ പറയാം. പിന്നെ ഇതിലൊക്കെ കാണാം, നമ്മൾ പരസ്യത്തിലൊക്കെ കാണാം, ഇങ്ങനെ മെഷീൻ കൊണ്ട് ഇങ്ങനെ അത് പിന്നെ എന്താ പറയാ, ഇവിടുത്തൊക്കെ ഇങ്ങനെ കളയണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതേമാതിരി ഒരു കല്ലുണ്ടെങ്കിൽ ഈ കല്ലുമ്പോൾ ഇങ്ങനെ അതേമാതിരി ഉരയ്ക്കുക, അല്ലെങ്കിൽ ബാർ സോപ്പോ എന്തേലും ഇങ്ങനെ ഒന്ന് ഉരക്കി കൊടുക്കുക. എന്നിട്ട് ഈ പൊടിമണ്ണ് എടുക്കുക, പൊടിമണ്ണ് ഇങ്ങനെ വെക്കുക, ഉരതി കൊടുക്കുക. ഈ ഉരതി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കാലിൻ്റെ ഇവിടെ അല്ലേ ഇതേമാതിരില്ലേ നല്ല ഈ കട്ടിപ്പും ഒക്കെ പോട്ടോ. ഇങ്ങനെ ഇവിടെ വിണ്ടോരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചെളി നിറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഉരച്ച് കഴിഞ്ഞാൽ കാലിങ്ങോട്ട് വൃത്തിയാവും കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ മീനുകൾ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ഇതേമാതിരി പിടിച്ച് കഴിഞ്ഞ മീനൊക്കെ കണ്ടാവും തോട്ടിൽ തന്നെ ഇടും കേട്ടോ. അപ്പോൾ മോള് തോട്ടിലിടാൻ പോവാണ്. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളെയും തോട്ടിൽ തന്നെ ഇട്ടു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു പോവാണ് ഞാൻ. നിങ്ങളങ്ങോട്ട് നടക്കാണ്ട് അമ്മേ. കുളി കഴിഞ്ഞ് പോയി ചോറിന അടിപൊളി ഒരു ഊണ്. എന്ന് കണ്ടതാണല്ലേ, അതിന്റെ നേരം ഞാൻ കൊയങ്ങി കുളിച്ച്. യൂട്യൂബിൽ എന്നെ കാണുന്നില്ല, അതിങ്ങളിന്നെ നോക്കി എന്താണാവോ കാണാൻ എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചാനലിൽ ഇടലില്ലേ എന്നോടും അതിങ്ങോട്ട് സെർച്ച് ചെയ്താൽ മതി, ആര്യ ദേവു ഫാമിലി സെർച്ച് ചെയ്താൽ മതി. കൊറേ നേരമായി എത്താ പോയിട്ടേ, തോട്ടില് കടന്നുറങ്ങിയത്. എന്നെങ്കിലല്ല ഇങ്ങനെ ഒരു കുളിയൊക്കെ ഉള്ളൂ, അവിടെ നിന്നൊന്നും ഇതില്ലല്ലോ. മിനി ആരെല്ലാം ഉണ്ടോ അവിടെ? പെരുന്നാൾക്ക് ഒന്ന് പോയിണ്ടാവൂലേ? ഞാൻ ഇന്നലെ വന്നതാണ്. ഓളുണ്ടേ. ഇനിയിപ്പോ എന്തായാലും വിഷുവിന് വന്നിട്ട് ഒരു 2 ദിവസം നിക്കണം എന്നുണ്ട്.
അപ്പൊ ഇപ്പൊ പോട്ടെ. ആ കടലക്കറി കുട്ടിയൊക്കെ നല്ല സമയം. ചെറുങ്ങത്താളിപ്പ്, രാവിലത്തെ കടലക്കറി, ഉണക്കമീൻ വറുത്തത്, അച്ചാർ.